തെന്മധുരൈ വാൾ മീനലോചനി ദേവി. ദേവി നീയൈ തുണൈ, യു ആർ മൈ സപ്പോർട്ട്, യു ആർ മൈ എവറിത്തിങ്. ഹൂ resides in Madurai, Madurai Meenakshi, Meenalochani, who has eyes as beautiful as the shape of a fish. നവരാത്രി എന്ന് പറഞ്ഞാൽ പണ്ടേ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സമയമാണ്. അതായത് കൊച്ചിലെ ഡാൻസൊക്കെ പഠിച്ചു തുടങ്ങിയത് കൊണ്ട് ഗുരുക്കന്മാരാണ് വീട്ടിൽ പോയി ഒരു തെയ്യാത്തൈ സാധാരണ സ്റ്റെപ്പൊക്കെ ചെയ്യുക, ചിലങ്ക കേട്ടുക, എല്ലാ സ്റ്റുഡൻസായിട്ട് ഒരുമിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത്തിരി പ്രസാദം കഴിക്കുക അവിടുന്ന്. ആ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം അത് എത്ര വാല്യുബിൾ ആണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ, ചിലപ്പോൾ കുറേ ജന്മങ്ങളായിരിക്കാം, അത് നമ്മുടെ കൂടെ ഉണ്ടാവും. അതിൽ നല്ലതും ചീത്തയുണ്ടാവാം എക്സ്പീരിയൻസസ്, പക്ഷേ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ അനുഗ്രഹമാണ്. അപ്പോൾ ഇപ്പം ഞാനൊരു ടീച്ചറായി, ഞാനും അത് തന്നെയാണ് എൻ്റെ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്നത്. അതായത് എൻ്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവട്ടെ. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഒരു ഫെസ്റ്റിവലേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഗുരുപൂർണിമ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ ഈ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ, അതിലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ എന്താ പറയുക, നമ്മൾ ഈ കൊടുക്കൽ വാങ്ങൽ എന്ന് പറയില്ലേ, അതായത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുക, ജനറേഷൻസ് തുടർന്നുകൊണ്ട് പോവുക. അത് നമ്മുടെ ഒരു ബ്ലഡ് ലൈൻ ഇത് മാത്രമല്ല, ഗുരുക്കന്മാരുടെ എത്ര ജനറേഷൻ മുമ്പ്. ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ഷേമ ടീച്ചറുടെ ഗുരു ഉണ്ടായിരുന്നു. അവർ പഠിച്ചത് വേറൊരു ദേവദാസി ഒക്കെ ആയിരുന്ന നർത്തകിമാരുടെ നിന്ന്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എത്ര പരമ്പര കഴിഞ്ഞാണ് നമ്മുടെ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മുമ്പിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ അമേരിക്കയിലിരുന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു. അവരിനി നാളെ ആരെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അതൊരു വളരെ എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് അല്ലേ. അതിൽ പറഞ്ഞ പോലെ ഒരു വെൽത്തും കാണുന്ന, നമുക്ക് പിടിക്കാൻ പറ്റുന്നൊരു വെൽത്തല്ല ഈ വിദ്യ എന്ന് പറയുന്നത്. എത്ര എത്ര പ്രഷ്യസ് ആണ് അല്ലേ. സോ വിദ്യാധനം സർവധനാത് പ്രധാനം എന്ന് പറയില്ലേ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കോട്ടാണ്. അത് വളരെ കറക്റ്റാണ്. അതുകൊണ്ടാണല്ലോ പറയുക, സരസ്വതി ദേവി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്മിയും എല്ലാവരും വരും, വിദ്യ ഉണ്ടെങ്കിൽ. പക്ഷെ ധനം മാത്രമാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ബാക്കിയുള്ളത് വരണമെന്നില്ല. വിദ്യയിൽ നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ അതിൻ്റെ കൂടെ വരും. അതുകൊണ്ടായിരിക്കും നമ്മൾ സരസ്വതി ദേവി ഇത്രയും പ്രധാനമായിട്ട് എന്താ പറയുക പൂജിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നവരാത്രി സീസൺ ആവട്ടെ. നമ്മുടെ വിദ്യ നമ്മളെ മുമ്പോട്ട് നല്ലതിലേക്ക് കൊണ്ടുപോകട്ടെ. ചീത്ത വന്നാലും അതിനെ കളയാനും നല്ലത് വരുമ്പോൾ സ്വീകരിക്കാനും നമുക്ക് കഴിവ് തരട്ടെ. അങ്ങനൊരു പ്രാർത്ഥനയാണ് ഈ നവരാത്രിയിൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നവരാത്രിയാകാൻ ആശംസിക്കുന്നു. അപ്പോൾ ശരി, നമസ്കാരം.